ഒരുപാട് ആളുകൾ വളരെ സങ്കടത്തോടു കൂടെ വിളിച്ചും ചോദിക്കുന്ന കാര്യങ്ങളാണ്, ദുആ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ്. ഉസ്താദേ കടം വീടണം അല്ലേ? ഇന്ന് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആളുകളൊക്കെ ഒരുപാട് കടത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്. ഞാൻ പല ക്ലാസ്സുകളിലും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പതിവാക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് 3 ദിക്റുകൾ പറഞ്ഞു തരാം, ഒരു തസ്ബീഹ് പറഞ്ഞു തരാം. നമ്മൾ പതിവാക്കേണ്ട കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നമ്മൾ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ വീടാനുള്ള മാർഗം അവിടുന്ന് നമുക്ക് തുറന്നു തരുന്നതാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് അവിടുന്ന് പടച്ചുറപ്പിലേക്ക് തന്റെ ഹൃദയം ചാഴ്ത്തി വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ചെല്ലേണ്ടതാണ്. അല്ലാഹനെ മനസ്സിലാക്കണം, ഹൃദയത്തിൽ വരണം. ഒരു പേക്കൂത്തിന് വേണ്ടി ചെയ്യരുത്, ഞാൻ ഇത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാകരുത്. നമ്മൾ ഈ അമല് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവനിലേക്ക് കണ്ണീരോട് കൂടെ നമ്മൾ ചെയ്യണേ. സുബഹിന്റെ ശേഷമാണ് ചെയ്യേണ്ടത് 1, 2 അസ്റിന്റെ ശേഷമാണ് ചെയ്യേണ്ടത്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ കഴിഞ്ഞിട്ട് അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് അവിടുന്ന് 100 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നവിടുന്ന് ചൊല്ലാൻ കഴിയണം. 100 പ്രാവശ്യം ചൊല്ലണം. രണ്ടാമത്തതോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അവിടുന്ന് ചൊല്ലണം. മൂന്നാമത്തത് അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, ആത്മാർത്ഥമായിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് നോക്ക്. നമുക്ക് എല്ലാ പ്രയാസങ്ങൾക്കും അത് പരിഹാരമാവുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. അസ്ർ നമസ്കാരം കഴിഞ്ഞ് അതേ പായിൽ തന്നെ ഇരുന്നിട്ട് ഇത് ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലിയിട്ട് എണീറ്റ് നോക്ക്. അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങൾക്ക്, കടങ്ങൾ വീടാതെ പ്രയാസപ്പെടുന്നതിന് അല്ലാഹു തആല പരിഹാരം കാണിച്ചു തരുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. കടങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, അല്ലാഹു തആല മാറ്റിത്തരാൻ ഇത് ആത്മാർത്ഥം. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്യരുത്, പരീക്ഷണത്തിനാവരുത് ഈ അമല്. ഈ അമല് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച്, പ്രതിഫലം ആഗ്രഹിച്ച്, അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടുമെന്ന് കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യും. ഇത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ റഹ്മത്തിന്റെ കവാടം തുറന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് അല്ലാഹു സലാമത്ത് നൽകും. ഇത് പതിവാക്കി ജീവിതത്തിൽ കഴിയുമെങ്കിൽ പതിവാക്കിയാൽ അതുകൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ, പല അനുഭവങ്ങൾ എനിക്കുണ്ട്. വിഷമങ്ങൾ അനുഭവിച്ചവർ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ റാഹത്തായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് എന്തൊക്കെ നന്മകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ അങ്ങനെ നന്മകൾ ചെയ്താൽ അല്ലാഹു തആല വലിയ വിജയം നമുക്ക് നൽകുന്നതാണ്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, വേറെ പ്രതിസന്ധികൾ, അതിനൊക്കെ ഉള്ള പരിഹാരം അല്ലാഹുവിന്റെ ദീനിൽ തന്നെ ഉണ്ട്. അല്ലാഹുവിന്റെ ദീൻ വളരെ വിശാലാണ്. ആ വിശാലതയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. നമ്മളൊന്നും അതിലേക്ക് ഇറങ്ങലില്ല. നമുക്കൊക്കെ ഒരു സ്വലാത്തുമിന്റെ മജ്ലിസ് പോ, സ്വലാത്തിന്റെ മജ്ലിസ് പോണ്ട്, ദ്വാരക്കുന്നുണ്ട്, അതൊക്കെ ഒരു കാട്ടിക്കൂട്ടലായി മാറുമ്പോഴാണ് നമ്മുടെ എല്ലാത്തിനും നമുക്ക് പ്രയാസങ്ങളാകുന്ന. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നല്ല മനസ്സും തഖ്വയും അല്ലാഹു നൽകട്ടെ. എപ്പോൾ ദ്വാരക്കുമ്പോഴും തഖ്വയ്ക്ക് വേണ്ടി ദ്വാരന്നോളൂ. നമ്മളൊക്കെ അല്ലാഹു തആല അവന് ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരിൽ പെടണം. അതിനു വേണ്ടി ദ്വാരക്കുക. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്.